വെൽക്കം ബാക്ക് ടു റെയിൻബോ ക്ലാസ്സസ്. CBSE 9ാം ക്ലാസ്സിലെ ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണിത്. ആദ്യത്തെ പാർട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ പാർട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ പ്രധാനമായിട്ടും റോബർട്ട് ഹുക്കിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ സെല്ല് എന്താണ് എന്നതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനെ പറ്റിയിട്ടും മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിനെ പറ്റിയിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെല്ലിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ്. അതായത് സെല്ലിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, ടൈപ്പ് ഓഫ് സെൽസ്, നമ്മുടെ ശരീരത്തിൻ്റെ ഡിഫറെൻറ്റ് ഭാഗങ്ങളിൽ കാണപ്പെടുന്ന സെൽസ്, അവരുടെ സൈസ്, ആ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് സം ഓർഗാനിസം ക്യാൻ ഓൾസോ ഹൗസ് സെൽസ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്. അതായത് ചില ഓർഗാനിസത്തിന് സെല്ല് ഡിഫറെൻറ്റ് കൈൻഡിലുള്ള ഡിഫറെൻറ്റ് സ്വഭാവമുള്ള സെൽസുകൾ കാണാൻ സാധിക്കും ചില ഓർഗാനിസത്തിൽ. താഴെ തന്നിരിക്കുന്നത് ഹ്യൂമൻ ബോഡിയിൽ, നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൽ കാണപ്പെടുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസിൻ്റെ എക്സാമ്പിൾസ് ആണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത്. നോക്കിയേ, സ്മൂത്ത് മസിൽ സെൽസ്, അതായത് സ്മൂത്ത് മസിൽസിൽ കാണുന്ന സെൽസ് കണ്ടിട്ടുണ്ട്. ബ്ലഡ് സെൽസിൽ ഇത് നെർവ് സെൽസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, നെർവ് സെൽസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഓവത്തിൻ്റെ സെല്ല് തന്നിട്ടുണ്ട്, ബോൺ സെല്ല് തന്നിട്ടുണ്ട്, പിന്നെ സ്പേം തന്നിട്ടുണ്ട്, ഫാറ്റ് സെൽസും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ ഹ്യൂമൻ ബോഡിയിൽ കാണപ്പെടുന്ന സെൽസുകളാണ് ഈ താഴെ തന്നിരിക്കുന്ന ഈ ഡയഗ്രത്തിലുള്ളത്. ഈ ഡയഗ്രത്തിലുള്ളത് നമ്മുടെ ഹ്യൂമണിൻ്റെ ബോഡിയിൽ കാണപ്പെടുന്ന സെൽസുകളാണ്. ഈ സെൽസുകളുടെ പ്രത്യേകത എന്താണെന്നാണ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കി, ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദി സെൽസ് The shape and size of the cells related to the specific function they perform. അതായത് നമ്മൾ നേരത്തെ കണ്ട ഈ ടൈപ്പ് ഓഫ് സെൽസിൽ നോക്കുകയാണെങ്കിൽ ഈ സെൽസിൻ്റെ ഓരോന്നിൻ്റെ ഷേപ്പും സൈസും ഡിഫറെൻ്റ് ആണ്. അതായത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നെർവ് സെല്ലിനുള്ള ഷേപ്പല്ല സ്മൂത്ത് മസിൽ സെല്ലിന് കാണുന്നത്. അതേപോലെ തന്നെ നെർവ് സെല്ലിൽ കാണപ്പെടുന്ന സൈസ് അല്ല സ്മൂത്ത് മസിൽ സെല്ലിനുള്ളത്. അതേപോലെ ഓവത്തിനുള്ള സൈസ് അല്ല സ്പേമിനുള്ളത്. അപ്പോൾ ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസും ഷേപ്പും ആണുള്ളത്. എന്തുകൊണ്ടാണ് ഓരോ സെല്ലിനും ഡിഫറെൻറ്റ് സൈസും ഷേപ്പും വരാൻ കാരണം? നമുക്കറിയാം, നെർവ് സെല്ല് എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? ഇൻഫോർമേഷൻസിനെ പാസ് ചെയ്യാനുള്ള സംഭവമാണ് എന്തെന്ന് പറയുന്നത്, നെർവ് സെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫോർമേഷനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെർവ് സെല്ല് വളരെ ചെറുതായി കഴിഞ്ഞാൽ വളരെ പതുക്കെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇൻഫോർമേഷൻസ് പാസ് ചെയ്യത്തുള്ളൂ. വലുതാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വളരെ ചെറിയ സമയത്തിൽ തന്നെ നമുക്ക് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ അവരുടെ ഫങ്ഷൻ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ സൈസും അതേപോലെ തന്നെ ഷേപ്പും നിശ്ചയിക്കുന്നത്. ഇപ്പോൾ ഓവം എന്ന് പറയുന്നത്, ഓവും സ്പേമും നോക്കിക്കഴിഞ്ഞാൽ ഓവത്തിൻ്റെ കാര്യം നോക്കണ്ട, സ്പേമിൻ്റെ കാര്യം നോക്കാം. സ്പേം നോക്കിക്കഴിഞ്ഞാൽ സ്പേം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു സെല്ലാണ്. ആ സെല്ല് എന്തിനാണ്, സ്പേം എന്തിനാണ് വളരെ ചെറുതായി? നമുക്കറിയാം, സ്പേമാണ് നമ്മുടെ റിപ്രൊഡക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരേ ഒരു സെല്ലെന്ന് പറയുന്നത് സ്പേമാണ്. അപ്പോൾ സ്പേമിന് മൂവ് ചെയ്ത് ഓവത്തിൻ്റെ അടുത്ത് എത്തണം എന്നുണ്ടെങ്കിൽ ചെറുതായാൽ മാത്രമല്ലേ ഓടിപ്പോയിട്ട് ഓവത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് സ്പേം എന്തായത്, വളരെ ചെറിയ ഒരു സെല്ലായിട്ട് മാറിയത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് പറയുന്നത്. ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് സെൽസ് ആർ റിലേറ്റഡ് ടു ദ സ്പെസിഫിക് ഫങ്ഷൻ ദ പെർഫോം. സെല്ല് പെർഫോം ചെയ്യുന്ന ഫങ്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരുടെ ഷേപ്പും സൈസും വരുന്നത്. ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദി സെൽസ് എന്തിനോടാണ് റിലേറ്റ് ചെയ്ത് വെക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പെസിഫിക് ഫങ്ഷൻ ദ പെർഫോം, അവർ പെർഫോം ചെയ്യുന്ന സ്പെസിഫിക് ഫങ്ഷനിനോടാണ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ഓർത്തിരിക്കണം. സം സെൽസ് ലൈക്ക് അമീബ ഹാവ് ചേഞ്ചിങ് ഷേപ്പ്. അതായത് അമീബയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അമീബയ്ക്ക് അവരുടെ സെൽസിൽ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ഷേപ്പ് ചേഞ്ച് ചെയ്യാനുള്ള
കഴിവുണ്ട് അമീബയ്ക്ക്. സം സെൽസ് ലൈക്ക് അമീബയ്ക്കൊക്കെ എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്, അവരുടെ ഷേപ്പ് ചേഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ ചില സെൽസിൽ ഇൻ സം കേസസ് ദ സെൽ ഷേപ്പ് വുഡ് ബി മോർ ഓർ ലെസ് ഫിക്സഡ് ആൻഡ് പെക്യുലർ ഫോർ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സെൽ. ഫോർ എക്സാമ്പിൾ നെർവ് സെൽസ് ഹാവ് എ ടിപ്പിക്കൽ ഷേപ്പ്. അതായത് നമ്മുടെയൊക്കെ ശരീരത്തിൽ കാണപ്പെടുന്ന നെർവ് സെൽസിൽ അവർക്ക് എന്ത് ചെയ്യാണ്, അവർക്കൊരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സെല്ലാണ്, അവർക്ക് ഒരു ടിപ്പിക്കലായിട്ടുള്ള ഷേപ്പ് ഉണ്ട്, അവർക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഷേപ്പാണ് അവർക്കുള്ളത്. ആ ഷേപ്പ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. മോർ ഓർ ലെസ് ഫിക്സഡ് ആൻഡ് പെക്യുലർ ഫോർ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സെല്ല്. ഒരു സെല്ലിന്, അതായത് നെർവ് സെല്ലിന് അതെന്തായിട്ടായിരിക്കും കാണുന്നത്, ഫിക്സഡ് ആയിട്ടായിരിക്കും കാണുന്നത്. അതിനെന്ത് ഉണ്ടാവില്ല, വ്യത്യാസം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അത് പക്ഷെ അമീബ പോലത്തെയുള്ള സെൽസിന് അവരുടെ ഷേപ്പ് എന്ത് ചെയ്യാൻ, മാറ്റാനുള്ള കഴിവുണ്ട്. എന്നാൽ നെർവ് സെൽസ്, നമ്മുടെ ശരീരത്തിലൊക്കെ കാണപ്പെടുന്ന നെർവ് സെൽസിന് എന്തിനുള്ള കഴിവില്ല, ഷേപ്പ് ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ല. അത് ഫിക്സ് ആയിട്ട്, അവരുടെ ഷേപ്പ് എപ്പോഴും ഫിക്സഡ് ആയിട്ട് തന്നെയായിരിക്കും കാണാം. Each living cells has the capacity to perform certain basic functions that are characterized of all living forms. ഓരോ ലിവിങ് സെൽസ്, ജീവനുള്ള എല്ലാ സെൽസിനും അവരുടെയൊക്കെ ബേസിക് ഫങ്ഷൻസ് കണ്ടക്ട് ചെയ്യാനുള്ള, ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് നടത്താനുള്ള കഴിവുണ്ട് എന്നാണ് ഈ സെൻറ്റൻസിൽ പറയുന്നത്. ഈച്ച് ലിവിങ് സെൽസ് ഹാവ് ദി കപ്പാസിറ്റി ടു പെർഫോം സർട്ടൈൻ ബേസിക് ഫങ്ഷൻ ദാറ്റ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഫോംസ്. ഓക്കെ ആണല്ലോ. ഹൗ ഡസ് എ ലിവിങ് സെൽ പെർഫോം ദീസ് ബേസിക് ഫങ്ഷൻസ്? എങ്ങനെയാണ് ഒരു ജീവനുള്ള സെല്ല് ഇത്തരത്തിലുള്ള ബേസിക് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നത് എന്നാണ് ചോദ്യം. വി നോ ദാറ്റ് ദർ ഈസ് എ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം സച്ചസ് ഹ്യൂമൻ ബീങ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഡിവിഷൻ ഓഫ് ലേബർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഡിവിഷൻ ഓഫ് ലേബർ എന്താണ്? ഡിവിഷൻ ഓഫ് ലേബർ എന്ന് വെച്ചാൽ, ലേബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, തൊഴിൽ. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലിൻ്റെ വിഭജനം എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒന്നിൽ കൂടുതൽ സെല്ലുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് വിളിക്കുക. ഈ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ, അതായത് നമ്മുടെ മനുഷ്യനെ പോലെയുള്ള മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ അവരിൽ നമുക്കറിയാം സെൽസിൻ്റെ ഉള്ളിൽ ബേസിക് ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. ആ ബേസിക് ഫങ്ഷൻസ് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നടക്കുക. ഒരു സെല്ല് ഒരു ഫങ്ഷൻ, അടുത്ത സെല്ല് വേറെ ഫങ്ഷൻ, അങ്ങനെ അവരുടെ ജോലികൾ, അങ്ങനെ അവരുടെ പ്രക്രിയകൾ, അങ്ങനത്തെ ആ കാര്യങ്ങളൊക്കെ എന്താണ്, ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നടക്കുക മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ. അതാണ് ഇവിടെ പറയുന്നത്. വി നോ ദാറ്റ് ദർ ഈസ് എ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം സച്ച് ആസ് ഹ്യൂമൻ ബീങ്സ്. ദിസ് മീൻസ് ദാറ്റ് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി ഹ്യൂമൻ ബോഡി പെർഫോം ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. അതായത് ഹ്യൂമൻ ബോഡിയുടെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. ഓരോരുത്തരും ഓരോരോ ജോലികളാണ് ചെയ്യുന്നത്. ജോലികൾ എന്ത് ചെയ്യും, വിഭജിച്ച് കൊടുത്തിട്ടുണ്ടാകും. അതിനെയാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The human body has a heart to pump blood, the stomach to digest food and so on. നമുക്ക് എല്ലാവർക്കും അറിയാം ഹ്യൂമൻ ബോഡിയിൽ ഹൃദയം എന്തിനുള്ളതാണ്, ഹേർട്ട് എന്തിനുള്ളതാണ്, ബ്ലഡിനെ പമ്പ് ചെയ്യാനുള്ളതാണ്. എന്തിനാണ് സ്റ്റൊമക്ക്, ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ളതാണ്. സിമിലർലി ഡിവിഷൻ ഓഫ് ലേബർ ഈസ് ഓൾസോ സെയിം വിത്തിൻ എ സിംഗിൾ സെൽ. അതേപോലെ തന്നെ ഒരു സെല്ലിൻ്റെ ഉള്ളിലും എന്തുണ്ട്, അവർ ചെയ്യുന്ന ജോലി, സെല്ല് ചെയ്യുന്ന ജോലിയിൽ വിഭജനമുണ്ട്. ഓരോരുത്തരും ഓരോന്നാണ് ചെയ്യുന്നത്. Okay, in fact, each cell has got a certain specific components within it known as cell organelles. അതായത് ഇതിപ്പോൾ ഒരു സെല്ലാണെന്ന് കൺസിഡർ ചെയ്യുക. ഈ സെല്ലിൻ്റെ ഉള്ളിൽ ഓരോ കമ്പോണൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ സെല്ലിനെ ഒരു റൂമായിട്ട് കൺസിഡർ ചെയ്യുക, നമ്മുടെ വീട്ടിൽ ഓരോ റൂമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റൂമിൽ ഓരോരോ കാര്യങ്ങളുണ്ടാവില്ലേ. ഇപ്പോൾ ടേബിൾ ഉണ്ടാകും, ഡോർ ഉണ്ടാവും, എന്തുണ്ടാവും, ഫാൻ ഉണ്ടാവും, AC ഉണ്ടാവും, അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലും ഓരോരോ ഓർഗൻസ് ഉണ്ട്, ഓരോരോ കാര്യങ്ങളുണ്ട്, ഓരോരോ കമ്പോണൻസ് ഉണ്ട്. ഈ കമ്പോണൻസിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഓർഗനൽസ് എന്ന് പറയുന്നത്. ഈ കമ്പോണൻസിനെ വിളിക്കുന്ന പേരാണ് ഓർഗനൽസ് എന്ന് പറയുക. അതാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. In fact, each such cells has got a certain specific components within known as cell organelles. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിലുള്ള കമ്പോണൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, സെൽ ഓർഗനൽസ്.
നമ്മൾ പറഞ്ഞു നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളും ഓരോരോ ഫങ്ഷൻസ് ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഫാൻ ചെയ്യുന്നത് കാറ്റ് തരാം, അതേപോലെ തന്നെ AC തണുപ്പിക്കാനാണ്, ഡോർ എന്തിനാണ് നമുക്ക് പുറത്തോട്ടേക്ക് പോകാൻ. അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ റൂമിൻ്റെ ഉള്ളിലെ ഓരോ കാര്യങ്ങളും ഓരോരോ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലുള്ള കാണുന്ന സെൽ ഓർഗനൽസും ഓരോരോ ഫങ്ഷൻസ് ആണ് പെർഫോം ചെയ്യുന്നതാണ് അടുത്തത് പറയണത്. ഈച്ച് കൈൻഡ് ഓഫ് സെൽ ഓർഗനൽ പെർഫോം എ സ്പെസിഫിക് ഫങ്ഷൻ സച്ച് ആസ് മേക്കിംഗ് ന്യൂ മെറ്റീരിയൽസ് ഇൻ ദി സെൽ, ക്ലീനിങ് അപ്പ് ദി വേസ്റ്റ് മെറ്റീരിയൽ ഫ്രം ദി സെൽ ആൻഡ് സോ ഓൺ. ഇതെന്തൊക്കെയായിരിക്കാം ആ ഫങ്ഷൻസ് എന്ന് പറയുന്നത്? പുതിയ സെല്ലിൻ്റെ ഉള്ളിൽ സച്ച് ആസ് മേക്കിംഗ് ന്യൂ മെറ്റീരിയൽസ് ഇൻ ദി സെൽസ്, അതായത് സെല്ലിൻ്റെ ഉള്ളിൽ പുതിയ മെറ്റീരിയൽസ് ഉണ്ടാക്കുക, അതേപോലെ തന്നെ സെല്ലിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളതൊക്കെ എന്തിനു എക്സാമ്പിൾ ആണെന്നാണ് പറയുന്നത്? സെൽ ഓർഗനൽസ് പെർഫോം ചെയ്യുന്ന ഫങ്ഷന് എക്സാമ്പിൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇനി a cell is able to live and perform all its function because of these organelles. ഒരു സെല്ല് ജീവനുള്ളതായിട്ട് നിലനിൽക്കുന്നതും അതേപോലെ തന്നെ ഫങ്ഷൻസ് വളരെ കൃത്യമായിട്ട് പെർഫോം ചെയ്യാൻ സഹായിക്കുന്നതും ഈ ഓർഗനൽ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ദീസ് ഓർഗനൽസ് ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ബേസിക് യൂണിറ്റ് കോൾഡ് സെൽസ്. ഈ ഓർഗനൽസിനെ എല്ലാത്തിനെയും ഒരുമിച്ചിട്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം? ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് യൂണിറ്റ് ആയിട്ടുള്ള സെല്ലെന്ന് വിളിക്കാം. നമ്മുടെ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫാണ് സെല്ലെന്ന് പറയുന്നത്. ഈ ഓർഗനൽസിനെയും കൂടി ഒരുമിച്ചാണ് എന്തെന്ന് വിളിക്കുന്നത്? ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫിനെ സെല്ലെന്ന് വിളിക്കുന്നത്. It is interesting that all cells are found to have same organelles no matter what their function is or what organism they are found in. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സെല്ല് എടുക്കുകയാണെങ്കിൽ അത് ഏത് സെല്ലാണെന്നുണ്ടെങ്കിലും ഏത് ഓർഗാനിസത്തിൻ്റെ സെല്ലാണെന്നുണ്ടെങ്കിലും അതെല്ലാവർക്കും എന്തായിരിക്കും? ഒരേ ഓർഗനൽസ് തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. അതായത് എല്ലാവരിലും എല്ലാ ഓർഗാനിസത്തിലും സെല്ലിൻ്റെ ഉള്ളിലുള്ള ഓർഗനൽസ് സെയിം ആണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് പോകാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് സെൽ മേഡപ്പ് ഓഫ്, വാട്ട് ഈസ് ദി സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഓഫ് സെൽസ്. എന്തുകൊണ്ടാണ് സെല്ല് ഉണ്ടാക്കിയിരിക്കുന്നത്, അതേപോലെ തന്നെ സെല്ലിൻ്റെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ, സെല്ല് എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വി സീ അബൌട്ട് ദാറ്റ് സെൽ ഹാസ് സ്പെസിഫിക് കമ്പോണൻസ് കോൾഡ് ഓർഗനൽസ്. നമുക്ക് എല്ലാവർക്കും അറിയാം സെല്ലിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ട്. സെല്ലിൻ്റെ ഉള്ളിലായിട്ട് കാണുന്ന കമ്പോണൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഗനൽസ്. അത് നമ്മൾ ആദ്യത്തെ ഭാഗത്ത് പഠിച്ചു. ഹൗ ഈ സെൽ ഈസ് ഓർഗനൈസ്, എങ്ങനെയാണ് ഈ സെല്ല് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇഫ് വി സ്റ്റഡി സെൽ അണ്ടർ മൈക്രോസ്കോപ്പ് വി വുഡ് കം അക്രോസ് 3 ഫീച്ചേഴ്സ് ഇൻ ഓൾമോസ്റ്റ് എവരി സെൽ. അതായത് നമ്മൾ ഒരു സെല്ലിനെ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 ഫീച്ചേഴ്സ് എല്ലാവരിലും കോമൺ ആയിട്ട് നമുക്ക് കാണും. എന്തൊക്കെയാണ് ആ കോമൺ ആയിട്ട് കാണുന്ന ഫീച്ചേഴ്സ്? പ്ലാസ്മ മെംബ്രെയിൻ, ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. പ്ലാസ്മ മെംബ്രെയിൻ, ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. ഈ 3 കാര്യങ്ങളും നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന, എല്ലാവരിലും കോമൺ ആയിട്ട് കാണുന്ന സെൽസിൽ കോമൺ ആയിട്ട് കാണുന്ന 3 കാര്യങ്ങളാണ്. പ്ലാസ്മ മെംബ്രെയിൻ, ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഓൾ ആക്ടിവിറ്റീസ് ഇൻസൈഡ് ദ സെൽ ആൻഡ് ഇൻട്രാക്ഷൻ ഓഫ് ദി സെൽ വിത്ത് ഇറ്റ്സ് എൻവയോൺമെൻറ്റ് ആർ പോസിബിൾ ഡ്യൂ ടു ദീസ് ഫീച്ചേഴ്സ്. അതായത് നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് ഉണ്ടാവും, കുറേ കാര്യങ്ങളുണ്ടാവും. ആ സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ സെല്ല് പുറമെയുള്ള എൻവയോൺമെൻ്റ് ആയിട്ട് ഇൻട്രാക്ഷൻസും നടക്കണത് എന്തുകൊണ്ടാണ്? ഈ ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ടാണെന്നാണ് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. ഓൾ ആക്ടിവിറ്റീസ് ഇൻസൈഡ് ദി സെൽ ആൻഡ് ഇൻട്രാക്ഷൻ ഓഫ് ദി സെൽ വിത്ത് ദി എൻവയോൺമെൻറ്റ് ആർ പോസിബിൾ ഡ്യൂ ടു ദീസ് ഫീച്ചേഴ്സ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മളിപ്പോൾ പഠിച്ച പ്ലാസ്മ മെംബ്രെയിനെ പറ്റിയിട്ടും ന്യൂക്ലിയസിനെ പറ്റിയിട്ടും സൈറ്റോപ്ലാസത്തിനെയും പറ്റിയിട്ടാണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പ്ലാസ്മ മെംബ്രെയിനെ പറ്റിയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ പ്ലാസ്മ മെംബ്രെയിനെ വിളിക്കുന്ന വേറൊരു പേരാണ് സെൽ മെംബ്രെയിൻ. അപ്പോൾ ഇതൊരു സെല്ലായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ സെല്ലിന് പുറമേ ആയിട്ട് കാണപ്പെടുന്ന
ഈ സെല്ലിന് പുറമേ ആയിട്ട് എന്ത് കാണും? സെല്ലിന് പുറമേ ആയിട്ട് കാണുന്ന ഒരു സ്ട്രക്ചർ, സെല്ലിന് പുറമേ ആയിട്ട് ഇങ്ങനെ സെല്ലിന് പുറത്തേക്കൂടെ ഇങ്ങനെ ഇതിനെ അറ്റാച്ച് ചെയ്തിട്ടാണ് കാണാം. സെല്ലിന് പുറത്തേക്കൂടെ കാണുന്ന സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാസ്മ മെംബ്രെയിൻ ഓർ സെൽ മെംബ്രെയിൻ എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദി ഔട്ടർ മോസ്റ്റ് കവറിങ് ഓഫ് ദി സെൽ ദാറ്റ് ഈസ് സെപ്പറേറ്റ് ദി കണ്ടന്റ് ഓഫ് ദി സെൽ ഫ്രം ഇറ്റ്സ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഒരു സെല്ലിൻ്റെ ഏറ്റവും പുറമേ ആയിട്ട് കാണപ്പെടുന്ന, ഏറ്റവും പുറത്ത് കാണപ്പെടുന്ന സെല്ലിൻ്റെ ഏറ്റവും പുറമേ ഉള്ള കവറിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സെൽ മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കുക. ഈ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ആണ് സെല്ലിനെ പുറമെയുള്ള എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? പുറമെയുള്ള എൻവയോൺമെൻറ്റിൽ നിന്നും സെല്ലിനെ സെപ്പറേറ്റ് ചെയ്യുന്ന സെല്ലിൻ്റെ ഔട്ടർ മോസ്റ്റ് കവറിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കുക. പ്ലാസ്മ മെംബ്രെയിൻ allows or permit the entry and exit of some materials in and out of the cells. ഈ പ്ലാസ്മ മെംബ്രെയിനിലൂടെയാണ് സെല്ലിൻ്റെ ഉള്ളിലോട്ടേക്ക് ചില പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ചില കണ്ടൻറ്റ് അല്ലെങ്കിൽ ചില മെറ്റീരിയൽസ് കടന്നു വരുന്നതിനും അതേപോലെ തന്നെ സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടേക്ക് ചില മെറ്റീരിയൽസും കടന്നു പോകുന്നതിന് സഹായിക്കുന്നത് ആരാണ്? ഈ പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ഈ പ്ലാസ്മ മെംബ്രെയിൻ ഒരു പ്രത്യേകതയുണ്ട്. പ്ലാസ്മ മെംബ്രെയിൻ ഒരു സെക്യൂരിറ്റി ഗാർഡ് പോലെയാണ്. അതായത് സെല്ലിൻ്റെ ഉള്ളിലോട്ടേക്ക് ആര് കടന്നു പോകണം, സെല്ലിൻ്റെ പുറത്ത് നിന്നും ഉള്ളിലോട്ടേക്ക് ആര് വരണം, അത് സെല്ലിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തോട്ടേക്ക് ആര് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ പ്ലാസ്മ മെംബ്രെയിനാണ്. നമ്മുടെ സെക്യൂരിറ്റി മാമന്മാരെ പോലെ. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ അങ്ങനെ എല്ലാവരെയും ഒന്നും കടത്തിവിടില്ല. നല്ല പ്രത്യേക സ്വഭാവമുള്ള ആൾക്കാരെ മാത്രമേ കടത്തിവിടുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്ലാസ്മ മെംബ്രെയിനെ സെലക്റ്റീവ് മെംബ്രെയിൻ എന്ന് വിളിക്കും. സെലക്ട് ചെയ്തു മാത്രം കടത്തിവിടുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സെലക്റ്റീവ് പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വിളിക്കും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ദ പ്ലാസ്മ മെംബ്രെയിൻ അലോ ഓർ പെർമിറ്റ് ദ എൻട്രി ആൻഡ് എക്സിസ്റ്റ് ഓഫ് സം മെറ്റീരിയൽസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി സെൽ. ഇറ്റ് ഓൾസോ പ്രിവെൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് സം അതർ മെറ്റീരിയൽസ് ഇൻ ദി സെൽ മെംബ്രെയിൻ. ഇത്രയും പോയിന്റ് അതിന് ആൻസർ ആയിട്ട് എഴുതണം. ഇറ്റ് ഓൾസോ പ്രിവെൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് സം അതർ മെറ്റീരിയൽസ് ദ സെൽ മെംബ്രെയിൻ, ദെർഫോർ ഇറ്റ്സ് കോൾഡ് എ സെലക്റ്റീവ് പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്മ മെംബ്രെയിനെ സെലക്റ്റീവ് പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വിളിക്കുക. പ്ലാസ്മ മെംബ്രെയിനാണ് ചില മെറ്റീരിയൽസിൻ്റെ ഉള്ളിലോട്ടേക്കും പുറത്തോട്ടേക്കും, സെല്ലിൻ്റെ ഉള്ളിലോട്ടേക്കും പുറത്തോട്ടേക്കും ഏത് മെറ്റീരിയൽസാണ് കടന്നു പോകണമെന്ന് തീരുമാനിക്കുന്നത് പ്ലാസ്മ മെംബ്രെയിനാണ്. പിന്നെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ചില മെറ്റീരിയൽസിനെ വേറെ മെറ്റീരിയൽസിനെ മൂവ്മെൻറ്റിനെ പ്രിവെൻറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും ഇത് കടത്തിവിടുന്നില്ല. ചില മോളിക്യൂൾസിനെ മാത്രം, ചില മെറ്റീരിയൽസിനെ മാത്രമാണ് ഇത് എന്ത് ചെയ്യുന്നത്? സെല്ലിൻ്റെ ഉള്ളിലോട്ടേക്കും പുറത്തോട്ടേക്കും പറഞ്ഞു വിടുന്നത് പ്ലാസ്മ മെംബ്രെയിൻ. അതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്മ മെംബ്രെയിനെ സെലക്റ്റീവ് പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്. How does the movement of substance take place into the cells? How do substance move out of the cell? അപ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന സംശയമായിരിക്കും, എങ്ങനെയായിരിക്കും ഈ സെല്ലിൻ്റെ ഉള്ളിൽ നിന്നും ഉള്ളിലോട്ടേക്കും സെല്ലിൻ്റെ പുറത്തോട്ടേക്കും സബ്സ്റ്റൻസ് മൂവ് ചെയ്യുന്നത് അല്ലേ? സബ്സ്റ്റൻസ് എങ്ങനെയാണ് സെല്ലിൻ്റെ ഉള്ളിലോട്ടേക്കും അതേപോലെ തന്നെ സെല്ലിൻ്റെ പുറത്തോട്ടേക്കും എങ്ങനെയാണ് ഈ സബ്സ്റ്റൻസ് മൂവ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഡൗട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പാരഗ്രാഫിൽ ആ ഒരു ചോദ്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ ഡസ് ദി മൂവ്മെൻറ്റ് ഓഫ് സബ്സ്റ്റൻസ് ടേക്ക് പ്ലേസ് ഇൻ ടു ദി സെൽസ് ആൻഡ് ഹൗ ഡു സബ്സ്റ്റൻസ് മൂവ് ഔട്ട് ഓഫ് ദി സെൽസ്? അതിനുള്ള ആൻസറാണ് അടുത്തത്. സബ്സ്റ്റൻസ് ലൈക്ക് carbon dioxide or oxygen can move across the cell membrane by process called diffusion. ഇവിടെ നമുക്ക് പഠിക്കേണ്ട ഒരു പ്രോസസ്സാണ് ഡിഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡിഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ മെംബ്രെയിൻ എന്താണ്? സെല്ലിൻ്റെ ഉള്ളിലോട്ടേക്കും അതേപോലെ തന്നെ സെല്ലിൽ നിന്ന് പുറത്തോട്ടേക്കും സബ്സ്റ്റൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ നടക്കുന്നത് പ്രധാനമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡിലും അതേപോലെ തന്നെ ഓക്സിജനിൽ ാണ് പ്രധാനമായിട്ടും എന്ത് നടക്കുക? ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി സബ്സ്റ്റൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇതെന്താണ് ഡിഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് മൂവ്മെൻറ്റ് ഓഫ് സബ്സ്റ്റൻസ് ആണ്. എന്താണ് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്? വേറെ ആരുടെയും നിർബന്ധമില്ലാതെ നമ്മ തന്നെ ചെയ്യുന്നതിനെയാണ് പെട്ടെന്നുണ്ടാവുന്ന മൂവ്മെൻറ്റ് എന്നൊക്കെ സ്പോണ്ടേനിയസ് മൂവ്മെൻറ്റ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മുടെ തന്നെ മൂവ്മെൻറ്റ് കൊണ്ട് ഉണ്ടാവുന്നതിനെയാണ് സ്പോണ്ടേനിയസ് മൂവ്മെൻറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൂവ്മെൻറ്റിന് എന്താവശ്യമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്? എനർജി ആവശ്യമില്ല. ഇവൾ പെട്ടെന്ന് തന്നെ ആരുടെയും സഹായമില്ലാതെ പെട്ടെന്ന് തന്നെ ഇത് മൂവ്മെൻറ്റ് നടക്കും. അതിനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് മൂവ്മെൻറ്റ്. അതായത് ഇവിടെ മൂവ്മെൻറ്റിന്, മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിന് എനർജി അത്യാവശ്യമില്ല. അതിനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് എന്ന് വിളിക്കുക. അപ്പം സ്പോണ്ടേനിയസ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. എവിടെ നിന്നാണ്? ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലോട്ടേക്കാണ് എന്ത് നടക്കുന്നത്? ഇവിടെ മൂവ്മെൻറ്റ് നടക്കുന്നത്. കോൺസെൻട്രേഷൻ ഈസ് ലോ. റീജിയൻ ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ടു റീജിയൻ ഓഫ് ലോ കോൺസെൻട്രേഷൻ. അതായത് ഇപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ സെൽ മെംബ്രെയിൻ എന്ന് വിചാരിക്കുക. ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ സെൽ മെംബ്രെയിനിലാണ്. നമുക്ക് സെൽ മെംബ്രെയിനിൻ്റെ ഉള്ളിലോട്ടേക്ക്, സെല്ലിൻ്റെ മെംബ്രെയിനിൻ്റെ ഉള്ളിലോട്ടേക്ക് മോളിക്യൂൾസിനെ എന്ത് ചെയ്യണം? ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഓക്സിജൻ മോളിക്യൂൾസ്, ഇപ്പോൾ ഓക്സിജൻ മോളിക്യൂൾസിനാണ് നമുക്ക് സെല്ലിൻ്റെ മുകളിലോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഓക്സിജൻ മോളിക്യൂൾസ് ആണ് ഇതിൽ നിൽക്കുന്നത്. ഇതൊക്കെ ഓക്സിജൻ മോളിക്യൂൾസ് ആണ്. ഒരു മിനിറ്റ്. ഇത് ഓക്സിജൻ മോളിക്യൂൾസ് ആണ്, ഇത് ഓക്സിജൻ മോളിക്യൂൾസ് ആണ്, ഓക്സിജൻ മോളിക്യൂൾസ് ആണ്, ഓക്സിജൻ. ഇതൊക്കെ എന്താണ്? ഓക്സിജൻ മോളിക്യൂൾസ് ആണ്. ഇവിടെ ഓക്സിജൻ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലല്ലേ? എന്നാൽ സെല്ലിൻ്റെ ഉള്ളിൽ ഓക്സിജൻ മോളിക്യൂൾ അത്രയില്ല, 2 ഓക്സിജൻ മോളിക്യൂൾസേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സെല്ലിൻ്റെ കോൺസെൻട്രേഷൻ, ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കുറവാണല്ലോ. അപ്പോൾ ഡിഫ്യൂഷനിൽ എപ്പോഴും ഫ്ലോ നടക്കുക ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലോട്ടേക്കായിരിക്കും മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുക. അപ്പോൾ ഇവിടെ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ഇവിടെ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കായിരിക്കും എപ്പോഴും എന്ത് നടക്കാം? ഓക്സിജൻ്റെ മൂവ്മെൻറ്റ് നടക്കുക എന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു റീജിയൻ ഓഫ് വേർ ഇറ്റ്സ് ഇസ് ലോവർ കോൺസെൻട്രേഷൻ. ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ടേക്കായിരിക്കും എന്ത് നടക്കുക? മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുക. പ്രധാനമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസിൻ്റെ മൂവ്മെൻ്റ് ആണ് എന്ത് നടക്കുന്നത്? ഡിഫ്യൂഷൻ വഴി നടക്കുന്നത്. ഇതൊരു സ്പോണ്ടേനിയസ് മൂവ്മെൻ്റ് ആണ് എന്ന് ഓർത്ത് വയ്ക്കണം. അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ാനുള്ള മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, അതിനു മുമ്പ് നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സംതിങ് സിമിലർ ടു ദിസ് ഹാപ്പൻ ഇൻ സെൽ വെൻ, ഫോർ എക്സാമ്പിൾ സം സബ്സ്റ്റൻസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് നമ്മുടെ സെല്ലുലാർ വേസ്റ്റ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. സെല്ല് എക്സ്ക്രീറ്റ് ചെയ്യുന്ന വേസ്റ്റാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ ഹൈ കോൺസെൻട്രേഷനിൽ അക്യുമുലേറ്റ് ചെയ്യും. അതായത് ഇത് നമ്മുടെ സെല്ലാണ്. സെല്ലിൽ എക്സ്ക്രീഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് ഹൈ കോൺസെൻട്രേഷനിൽ അക്യുമുലേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. എന്നാൽ നമ്മുടെ പുറമെയുള്ള എൻവയോൺമെൻറ്റിൽ, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിൽ ഡിഫറൻസ് ഉണ്ടല്ലോ. ഇവിടെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ഇവിടെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തോട്ടേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യും, ഇല്ലേ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ്. നോക്കിയേ, ഇൻ ദി സെൽസ് ഒന്ന് നോക്കാം. എന്താണ്? For example, when substance like carbon dioxide accumulates in high concentration inside the cell, സെല്ലിൻ്റെ ഉള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ, ഹൈ കോൺസെൻട്രേഷനിൽ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ, in the cells external environment, the concentration of carbon dioxide is low as compared to that inside the cell. അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ ഇൻസൈഡിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് എന്നുണ്ടെങ്കിൽ, as soon as there is a difference in the concentration of carbon dioxide inside and outside the cell, അതായത്
കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഡിഫറൻറ്റ് ഉണ്ടാവും. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലുള്ള കോൺസെൻട്രേഷൻ്റെയും പുറമെയുള്ള സെല്ലിൻ്റെ കോൺസെൻട്രേഷനും തമ്മിൽ എന്തുണ്ടാകും, ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ടേക്ക് എന്ത് ചെയ്യും, സെല്ലിൻ്റെ പുറത്തോട്ടേക്ക് മൂവ് ചെയ്യും. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള എന്തെന്ന് പറയുന്നത്, ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ആ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇങ്ങനെയാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഓക്സിജൻ്റെ കേസും പറയുന്നുണ്ട്. ഓക്സിജൻ എൻറ്റർ ദി സെൽ ബൈ പ്രോസസ് ഓഫ് ഡിഫ്യൂഷൻ വഴി തന്നിട്ടാണ്. അവിടെ എങ്ങനെ നടക്കുന്നത്, ദ ലെവൽ ഓർ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻസൈഡ് ദി സെൽ ഡിക്രീസസ്. അതായത് നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ ഓക്സിജൻ്റെ അളവ് കുറവും പുറമേ ഓക്സിജൻ്റെ അളവ് കൂടുതലാവുമ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യും, കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തോട്ടേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്പോർട്ട് നടക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഡിഫ്യൂഷൻ ഓക്സിജൻ നടക്കുന്നതെന്നാണ് പറയുന്നത്. കണ്ടോ, ദസ് ഡിഫ്യൂഷൻ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി ഗ്യാസസ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സെൽ ആസ് വെൽ ആസ് സെൽസ് ഇൻ ദി എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. ചിലപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയായിരിക്കാം, എങ്ങനെയാണ് ഡിഫ്യൂഷൻ ഗ്യാസസ് എക്സ്ചേഞ്ചിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള്, ഡിഫ്യൂഷന് കാർബൺ ഡൈ ഓക്സൈഡിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് എന്താണെന്ന് ചോദിക്കാം. ഇനി വാട്ടർ ഓൾസോ പ്ലേ ദ ലോ ഓഫ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ വഴി വാട്ടറും എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ ഒബേ ചെയ്യുന്നുണ്ട്. ദ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ത്രൂ സച്ച് എ സെലക്റ്റീവ് പെർമിയബിൾ മെംബ്രെയിൻ ഈസ് കോൾഡ് ഓസ്മോസിസ്. ഇനി ഓസ്മോസിസ് എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. രണ്ടാമത്തെ മോളിക്യൂൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ മെക്കാനിസമാണ് എന്തെന്ന് പറയുന്നത്, ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്മോസിസ് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ടർ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഓസ്മോസിസ് എന്ന് വിളിക്കുക. ഒരു സെലക്റ്റീവ് പെർമിയബിൾ മെംബ്രെയിനിൽ കൂടെ നമ്മൾ പറഞ്ഞു, സെലക്റ്റീവ് പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വെച്ചാൽ ചില വസ്തുക്കളെ മാത്രം കടത്തിവിടുന്ന മെംബ്രെയിനെയാണ് നമ്മൾ സെലക്റ്റീവ് പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വിളിക്കുക. ആ സെലക്റ്റീവ് പെർമിയബിൾ മെംബ്രെയിനിൽ കൂടെ മോളിക്യൂൾസിൻ്റെ വാട്ടർ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഓസ്മോസിസ് എന്ന് നമ്മൾ പറയുന്നത്. എന്താണ് ഓസ്മോസിസ് എന്ന് നമുക്ക് മനസ്സിലായി. ഓസ്മോസിസ് എന്താണ്, അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത് നമ്മൾ ഡിഫ്യൂഷൻ വരെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഓസ്മോസിസ്, ഓസ്മോസിസിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഹൈപ്പർട്ടോണിക്, ഹൈപ്പോട്ടോണിക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു.